കൊച്ചി ഇടപ്പള്ളിയിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ അപകടമുണ്ടാക്കിയ വാഹനം ഇതുവരെ കണ്ടെത്താനായില്ല. തൃശൂർ തളിക്കുള സ്വദേശി വിനുവാണ് ഈ മാസം 17-നുണ്ടായ അപകടത്തിൽ മരിച്ചത്. ഇടപ്പള്ളിയിലെ CCTV ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യാറില്ല എന്ന വിചിത്രവാദമാണ് പോലീസ് പറഞ്ഞതെന്ന് വിനുവിന്റെ ബന്ധുക്കൾ പറഞ്ഞു. അപ്പോൾ ഞങ്ങളിത് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചെങ്കിൽ ഇങ്ങനെ ബൈക്കുകൾ തമ്മിൽ കൂട്ടിമുട്ടിയിട്ട് എന്താ ഉണ്ടായെന്ന് വെച്ചെങ്കിൽ എൻ്റെ മോനെ ഒരു സപ്പോർട്ട് അവിടെ നിന്ന് കിട്ടിയില്ല. ഒരു 10 മിനിറ്റ് എൻ്റെ മോന് 15 മിനിറ്റോളം അവിടെ കിടന്നു എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങളുടെ മോനെ കൊന്നത് ആരായാലും ഞങ്ങൾക്ക് കണ്ടെത്തി തരണം ഇളമക്കര പോലീസ്. അതാണ് അമ്മ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. എൻ്റെ മോൻ്റെ ജീവൻ കളഞ്ഞവരെ ഞങ്ങൾക്ക് കണ്ടെത്തി തന്നേ പറ്റുള്ളൂ ഇളമക്കര പോലീസ്. 17 അമ്മേനെ ഡോക്ടറെ കാണിക്കാനായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമായിരുന്നു, എറണാകുളത്ത് നിന്ന്. അങ്ങനെ വരുന്ന വഴിയിൽ അവിടെ വെച്ചിട്ട് എളമക്കര ആ ഒരു ഭാഗം ഞാൻ പറഞ്ഞേ, അവിടെ വെച്ചിട്ട് ചേട്ടന് ആക്സിഡൻറ്റിന് പറ്റി. 3 ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചു. ഓട്ടോ ഡ്രൈവർ വന്നിട്ട് ആളാണ് ചേട്ടനെ എടുത്ത് പൊക്കിയിട്ട് ഓട്ടോയിൽ കൊണ്ടാക്കിയത്. എന്നെ ഓട്ടോ ഡ്രൈവർ പറയുന്നുണ്ട് ആരെങ്കിലും ഒരാളുടെ കയറാൻ പറയുന്നുണ്ട്. ഒരാൾ പോലും കയറിയിട്ടില്ല. ആശുപത്രി എത്തിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു 15 മിനിറ്റ് ലേറ്റാ ഡെത്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു. എനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ചേട്ടന് ഇടിച്ചിട്ട് പോയ 3 വണ്ടികൾ, ആ വണ്ടിയിൽ ഇതുവരെയായിട്ടും കണ്ടുപിടിച്ചിട്ടില്ല. 17-ാം തീയതി സംഭവിച്ചത്, ഇന്നത്തേക്ക് ഒരാഴ്ചയായി. ആ ഇടിച്ച വണ്ടിയിൽ ഇതുവരെയായിട്ടും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അത് ഞങ്ങൾക്കറിയണം. സൂരജ് സജിയുടെ തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. സൂരജ്, 10 ദിവസമാകുന്നു. ഇത്രയും ദിവസത്തിനകത്ത് ഒരു ദൃശ്യത്തിൽ നിന്ന് പോലും അല്ലെങ്കിൽ CCTV ക്യാമറകൾ പരിശോധിച്ച് ഒരു നടപടിയിലേക്ക് പോകാനൊന്നും പോലീസ് തയ്യാറാകാത്തത് എന്ത് നിഷേധാത്മക നിലപാടാണിത്? എന്ന് മാത്രമേ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ആഴ്ചകൾ പിന്നിടുകയാണ് ഈ അപകടം നടന്നതിന് ശേഷം. പക്ഷേ പോലീസ് ഉന്നയിക്കുന്ന വാദം ഈ ഇടപ്പള്ളി നഗരത്തിൽ ഉൾപ്പെടെ പോലീസിന്റെ നിരവധി CCTV ക്യാമറകൾ ഉണ്ടെങ്കിൽ പോലും ഈ നിരീക്ഷണ ക്യാമറകളൊന്നും റെക്കോർഡ് ചെയ്യുന്നില്ല, റെക്കോർഡ് ചെയ്യാനുള്ള സൗകര്യം പോലീസിന് ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ സുരക്ഷിതത്വം പോലും ചോദ്യം ചെയ്യുന്ന ഒരു പ്രതികരണമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഈ അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ കണ്ടെത്താൻ കഴിയാത്തതെന്നുള്ളതാണ് നിലവിൽ ചൂണ്ടിക്കാണിക്കുന്നത്. 3 ബൈക്കുകൾ കൂട്ടിയിടിക്കുകയായിരുന്നു എന്നുള്ളതായിരുന്നു കുടുംബത്തിന് ലഭിച്ച ആദ്യ പ്രതികരണം അല്ലെങ്കിൽ ആദ്യ വിവരം. പിന്നീട് ഈ ബൈക്കുകളെ കണ്ടെത്തുന്നതിന് ഒന്നും തന്നെ പോലീസിന് കഴിഞ്ഞില്ല. ഈ വിനുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ കുടുംബത്തിന്റെ ആകെ ഉണ്ടായിരുന്ന അത്താണിയായിരുന്നു വിനു. നല്ലൊരു കയറി കിടക്കാൻ ഒരു വീട് പോലും ഇല്ലാത്ത കുടുംബമാണ്. വിനുവിന്റെ മരണത്തോടുകൂടി തീർത്തും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ദുരവസ്ഥയിലാണ് നിലവിൽ കുടുംബമുള്ളത്. അതുകൊണ്ട് തന്നെ നീതി വേണം എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം. ഗൂഗിൾ.